ഹായ് ഗൈസ്, ഫെബ്രുവരി 14 2 പടങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അർജുന അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, അങ്ങനെ ഒരു ടീമായിട്ട് ഇറങ്ങുന്ന ബ്രോമാൻസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അമ്പാനും അനശ്വരയും കൂടെയുള്ള പൈങ്കിളി ഇറങ്ങാൻ പോകുന്നുണ്ട്. 2 പടമാണ് ഫെബ്രുവരി 14 ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് പടത്തിനാണ് വെയിറ്റിംഗ്? ഇതിൽ പൈങ്കിളി പറയുന്നത് നമ്മൾ ആവേശത്തിന്റെ ഡയറക്ടറും തിരക്കഥാകൃത്തുമായ ജിത്തു മാധവന്റെ തിരക്കഥയിൽ വരുന്നതാണ് പൈങ്കിളി. പിന്നെ ബ്രോമാൻസ് പറയുന്ന ആ ടീം തന്നെയാണ് എന്റെ ഹൈലൈറ്റിംഗ് പാർട്ട്. അപ്പൊ ഏത് പടമാണ് നിങ്ങൾ വെയിറ്റിംഗ്? ഇതൊന്നല്ല, നിങ്ങൾ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്, ആ സംഭവത്തിന് വെയിറ്റിംഗ് ആണോ? എന്താണ് ഫെബ്രുവരി 14 നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം താഴെ കമന്റ് ചെയ്യണേ. അല്ല ഈ പടമാണോ എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യാം. പൈങ്കിളിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് 2 ദിവസമായി, ബ്രോമാൻസിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് 1 ആഴ്ചയായി. എന്തായാലും നമുക്ക് ബ്രോമാൻസിന്റെ ട്രെയിലർ കണ്ടിട്ട് തുടങ്ങാം. അതല്ലേ ആദ്യം വന്നത്, അപ്പൊ അത് ആദ്യം കണ്ടിട്ട് തുടങ്ങാം അല്ലേ? വായോ. ഹലോ, അതെ ബ്രോ, ആക്സിഡന്റ് എന്തെങ്കിലും? കാര്യം പറ ബ്രോ. അരിമരുതനെ മോഷണമാണിത്, മണ്ണവാദിക്ക് ചിന്തകളയറണം, തലതിരിയണി എങ്ങോട്ട് പോകണ, കണ്ണിലാകെ ഒരു കൂരികളയറണം. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഇവ റൂം വൃത്തികേടാക്കി വെക്കാറില്ലല്ലോ. ഈ ആളെ എപ്പം മുതലാ കാണാതായത്? 30-ാം തീയതി രാത്രി. ആ തേച്ചു എന്ന് പറഞ്ഞ പെണ്ണില്ലേ ആയിഷു, അവളെ അറിയോ? അറിയാം. അതെ, എന്താ ഈ ഐശ്വര്യയുടെ ക്യാരക്ടർ ഒരു പ്രത്യേക ടൈപ്പ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ഞാൻ ഹരിഹരസുധൻ, എത്തിക്കൽ ഹാക്കർ. ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടേ. എന്താ? ആരാണി കൊറിയർ ബാബു? ഞാനെ തല്ലിന്നല്ല അറിയാം നിനക്ക്. കുട്ടവന്മാരാണ് കുടവന്മാര്. കണ്ണൂർ സ്കോട്ടിൽ മമ്മൂട്ടി പോലെ സാറിന്റെ ടീമിന് കൂർഗിലേക്ക് വിട്ടൂടെ? ഡേറ്റ് കൊള്ളാം, സ്മോക്കിംഗ് ഹോട്ട്. ജോവാൻ ജോ 18+ ഡയറക്ടർ അരുൺ ഡി ജോസ് ആണ് ഇതിന്റെ ഡയറക്ടർ. അതുപോലെ തന്നെ സെയിം ക്രൂ ആണ് ഇതിന്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. അരുൺ ഡി ജോസ്, രവീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ, സെയിം. അതായത് ഇവര് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ടീം സെയിം. അപ്പം ജോവാൻ ജോ ഒരു വൈബ് പടമാണ്. എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഇടക്ക് കാണാൻ പറ്റുന്ന ഒരു വൈബോളി പടമാണ്. അപ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ഈ ഒരു ക്രൂ കാണുമ്പോഴും ഉറപ്പാകുന്ന ഒരു വൈബോളി പടമായിരിക്കും. ഭയങ്കര ഫൺ ഫിൽഡ് ആയ ഒരു പടമാകാനുള്ള സാധ്യതയുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ സിനിമയിലൊക്കെ ലേഡീസ് ക്യാരക്ടർ ഒരു പെക്യുലറാണ്. അപ്പൊ ജോവാൻ ജോയിലെ നിഖില വിമലിന്റെ ക്യാരക്ടർ തന്നെ ഒരു എന്താ പറയുക, സ്മാർട്ടാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇതിൽ വരുമ്പോൾ മഹിമ നമ്പ്യാർ കണ്ടിടത്തോളം ട്രെയിലർ കണ്ടിടത്തോളം ഒരു പെക്യുലറായ ഒരു ക്യാരക്ടറാണ്. ബിൻഡോ എന്നില്ല മാത്യു തോമസിന്റെ ക്യാരക്ടറിനെ അർജുന അശോകൻ വിളിക്കുന്നതും ഷിൻഡോ പറയുന്നത് ശ്യാം മോഹനാന്ന് തോന്നുന്നു. അപ്പം അയാൾ മിസ്സിങ് ആവുന്നതും ശ്യാം മോഹനും മഹിമ നമ്പ്യാരും തമ്മിൽ റിലേഷനിലാണ്. അവരുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് മഹിമ എന്ന് പറയുന്നുണ്ട്. സോ അവർ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി, ഒരു ത്രില്ലിംഗ് ആയ ഒരു സംഭവം. അതായത് ഈ ശ്യാം മോഹനെ കാണാവുന്നതും അത് അപ്പോൾ ഇവർ തപ്പിത്തെറിഞ്ഞു പോകുന്നതും അപ്പോൾ ഉള്ള പാട്ടായിരിക്കും ആ ഒരു വെഡ്ഡിങ് പാട്ട്. ഭയങ്കര അത് ഷാജോന്റെ വീടാവാം, വിരാജ്പേട്ടൊക്കെ കാണുന്നുണ്ട്. അവിടുന്ന് ആയിരിക്കും ഇവരുടെ കല്യാണ സംഭവങ്ങളും ഡാൻസ് വരുന്നത്. അപ്പൊ പിന്നെ ശ്യാം മോഹനെ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു കോമഡി റൊമാൻസ് ഒക്കെ ഉള്ള ഒരു പടമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു വൈബോളി പടമായാലും സാധ്യതയുണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ പൈങ്കിളീന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആവേശത്തിന് സംവിധാനം ചെയ്ത തിരക്കഥ ജിത്തു മാധവൻ തന്നെയാണ് ഈ പൈങ്കിളിയിൽ എത്തുമ്പോഴും ഹൈലൈറ്റിംഗ് പാർട്ട്.
ഇതിന്റെ പൈങ്കിളിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന ജിത്തു മാധവനാണ്. ഡയറക്ഷൻ ശ്രീജിത്ത് ബാബു പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. അതുപോലെ തന്നെ അംബാനുണ്ട്. അംബാനെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത റോളിലാണ്. ഈ അംബാൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിലൊക്കെ ഇങ്ങനെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾ സഹനടനായിട്ടൊക്കെ സിനിമയിൽ ഇങ്ങനെ കയറി വന്ന് ഓക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു പെട്ടെന്നാണ് മെയിൻ റോളിലോട്ട് വന്ന് അങ്ങ് ഹിറ്റ് അടിച്ച് ഇപ്പൊ പൊന്മാനൊക്കെ വേറെ ലെവലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെയാണോ അംബാൻ എന്നൊക്കെ തോന്നുന്നുണ്ട്. ചുമ്മാ സഹനടനായിട്ടുള്ള സൈഡിലേക്ക് കയറി വന്ന് മെയിൻ ഒരു വൻ നായകനായിട്ട് മാറുമെന്നുള്ള സംശയമുണ്ട്. ഈ ഒരു പൈങ്കിളിയിലെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു വലിയൊരു നടന്റെ ഒരു ഭാവി കാണാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ പൈങ്കിളിയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യും, എന്നിട്ട് ബാക്കി സംസാരിക്കും. എനിക്ക് അവനെ അങ്ങനെ കാണാൻ പറ്റൂല. എന്റെ മനസ്സിൽ അവന്റെ ഒരു മുഖമുണ്ട്. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവും അന്താ നിങ്ങളുടെ മുന്നിൽ വട്ടണ്ട. ഇല്ലില്ല, അതവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇനി ഒളിച്ചോടാൻ പറഞ്ഞാലേ ബാഗും തൂക്കി വഴിക്കൂടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. പ്രേമിച്ച് ഒളിച്ചോടാനാണെങ്കിൽ എനിക്ക് കുറച്ച് കല്യാണത്തിന് നിന്ന് കൊടുത്താ പോരെ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടാ. ഐ ലവ് യു. ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള. അല്ലെങ്കിലും നിന്റെ ഫാമിലി ഇങ്ങോട്ട് വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവൂല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. സ്റ്റെപ്പ് 1 ചിരി. സൂചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടോ? 2 ശബ്ദത്തില്. സ്റ്റെപ്പ് 2 നമ്പർ വെക്കണം. എന്താ ഇട്ടേക്കുന്നത്? സ്റ്റെപ്പ് 3 പ്രേമം. സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ചേട്ടന് പ്രാന്താ സമ്മതിച്ചാത്തിരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. സുഗുന് പ്രാന്തില്ല. 5 ദിവസം പോലീസുകാർ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. കല്യാണം കഴിക്കട്ടെ സൂചേട്ടാ. മരണം എല്ലാവർക്കും ഒരു തവണയാണെങ്കിൽ എനിക്ക് ദിവസം 1000 നിന്റെ ഓരോ നോട്ടവും എന്നെ കൊല്ലും. നിന്റെ ശ്വാസത്തിൽ ഞാൻ പുലർത്തിരിക്കും. ചേട്ടൻ ചാറ്റും മഴയും ചക്കവർത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനുണ്ടല്ലേ? മഷിത്തണ്ട് മാങ്ങക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ് മനസ്സിലായ കണ്ടില്ലേ? മോണാക്ട് മോണാക്ട് പോയി തരൂ മോനെ. അപ്പൊ നമ്മൾ അംബാൻ സജിൻ ഗോപു നായകനാവാൻ പോവാന്ന്. ജിസ്മ എനിക്ക് തോന്നുന്നു അംബാന്റെ പുറകെ നടക്കാനല്ല അംബാനോട് ഇഷ്ടമുള്ള ഒരാളും അംബാൻ എന്ന അനശ്വരന് ഇഷ്ടമുണ്ടാവുക. അങ്ങനെ എന്തോ ഒരു ട്വിസ്റ്റിൽ അതിൽ പറയുന്നുണ്ട്. അനശ്വരോടാന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് വല്ല ഗുണ്ടകളെ സെറ്റ് ആവുള്ളൂ നിന്റെ സാഹചര്യം വെച്ചിട്ട്. ഒരു വ്യത്യസ്തമായ ഒരു ഫണ്ണി ക്യാരക്ടർ ആയിട്ടാണ് അനശ്വര ഉള്ളതെന്നാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ ആണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ അംബാനും കിടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫണ്ണി കോമഡി റൊമാൻസ് പടം ആവാനുള്ള സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് നല്ല പാട്ടൊക്കെ രസമുണ്ടായിരുന്നു. ഒരു കോമഡി സംഭവം, ഒരു കോമഡി റൊമാൻസ് രസമുണ്ടായിരുന്നു. ഇവരുടെ എക്സ്പ്രഷൻ ആ പാട്ടിൽ തന്നെ രസകരമായിരുന്നു. പിന്നെ അതുപോലെ ജിത്തു മാധവന്റെ തിരക്കഥ ഉണ്ട് എന്നുള്ള സംഭവം തന്നെ ഇങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ എന്തായാലും ത്രില്ഡാണ്. ഞാൻ ഈ 2 പടം കാണാനും ഹൈലി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഫെബ്രുവരി 14 നിങ്ങൾ വെയിറ്റിംഗ് ആണോ? പടത്തിനാണോ വെയിറ്റിംഗ്, അല്ല വേറെ എന്തെങ്കിലും സംഭവത്തിനാണോ വെയിറ്റിംഗ്? അല്ല താഴെ കമന്റ് ചെയ്യണേ. ഈ പടം കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഏതായിരിക്കും കാണുക? ഏതാ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ച പടം ഇത് 2-ല്? അപ്പൊ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.